ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മുളകിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു മീഡിയം ലെവലിലുള്ള 2 ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഞാൻ നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഉപ്പ് ചേർത്ത് നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇനി നമുക്ക് ഏകദേശം ഒരു മീഡിയം ലെവലിൽ ഉള്ളി റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു കുരുമുളക്. ഇത്രയും മസാലകൾ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കും. ഓൾറെഡി നമ്മളൊരു തക്കാളി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുളി എത്രത്തോളം നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പുളി കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മത്തി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തിയൊക്കെ ഇട്ട് നന്നായി ഇനി വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ടേസ്റ്റൊക്കെ നോക്കിയിട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ചുകൂടെ നന്നായി വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം
നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.